ഈ പ്രൈവറ്റ് ബസ്സിൽ സ്റ്റുഡൻറ്റ് ടിക്കറ്റാണല്ലോ കൊടുക്കേണ്ടത്. ST പല സ്ഥലങ്ങളിലും കുട്ടികളെ കയറ്റുന്നില്ല. അതുപോലെ തന്നെ കുട്ടികൾ കൂടി നിന്ന് കൈ കാണിച്ചാൽ ബസ് നിർത്താതെ പോകുന്നു. അത് വളരെ കഷ്ടമായ നടപടി സ്വീകരിക്കും. അത് അവർ കുട്ടികളെ കൊണ്ടുപോയാലേ മതിയാവും. സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂളും പരിസരവും നന്നായി വൃത്തിയാക്കേണ്ടതാണ്. PTA, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടന തുടങ്ങിയ ജനകീയ ഘടകങ്ങളെ മുൻനിർത്തി ക്ലാസ് മുറികളും സ്കൂളും പരിസരവും വൃത്തിയാക്കുന്നതിന് മുൻകൈ എടുക്കേണ്ടതാണ്. സ്കൂൾ അന്തരീക്ഷം ആകർഷണമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തേണ്ടതാണ്. ഉച്ചഭക്ഷണം, സ്കൂൾ അടുക്കള, പാചകം ചെയ്യുന്ന പാത്രങ്ങൾ തുടങ്ങിയവ നിർബന്ധമായി ശുചീകരിക്കേണ്ടതും അണുവിമുക്തമാക്കേണ്ടതുമാണ്. ഉപയോഗശേഷം സൂക്ഷിച്ചിരിക്കുന്ന ധാന്യങ്ങൾ, മറ്റ് കാലാവധി കഴിഞ്ഞ ഭക്ഷണ വസ്തുക്കൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നില്ലെന്ന് പ്രധാന അധ്യാപകൻ ഉറപ്പുവരുത്തേണ്ടതാണ്. പാചകത്തൊഴിലാളികൾ ഹെൽത്ത് കാർഡ് എടുത്തുവെന്ന് ഉറപ്പാക്കണം. സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ ഉച്ചഭക്ഷണം കൊടുക്കണം. ജില്ലകളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടർ, കോർപ്പറേഷൻ മേയർ, മുനിസിപ്പൽ ചെയർമാൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ, RDD, AD, VHC ജോയിന്റ് ഡയറ്റ് പ്രിൻസിപ്പൽ, DPC എന്നിവരുടെ യോഗം ജില്ലാതലത്തിൽ ചേരുന്നതിന് ആവശ്യമായ നടപടികൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർ കൈക്കൊള്ളേണ്ടതും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യേണ്ടതുമാണ്. സ്കൂൾ തലത്തിൽ PTA യോഗം ചേർന്ന് മുന്നൊരുക്കങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. യാത്രാ സുരക്ഷ, സ്കൂൾ ബസ്സുകളിൽ കയറ്റാവുന്ന കുട്ടികളുടെ എണ്ണം, വാഹനത്തിൻ്റെ ഫിറ്റ്നസ് മുതലായവ സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ്. കൂടാതെ ഓട്ടോ, ടാക്സി, വാൻ, പ്രൈവറ്റ് ബസ് എന്നിവയിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ള യാത്ര ഉറപ്പാക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ ബസ് യാത്രയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് കൃത്യമായ സ്റ്റോപ്പുകളിൽ കുട്ടികൾക്ക് ഇറങ്ങുന്നതിനും കയറുന്നതിനും ആവശ്യമായ സമയം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. ബസ്സിൻ്റെ ഫുട്ബോർഡിൽ നിന്ന് കുട്ടികൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. കുട്ടികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലെ ജീവനക്കാരുടെ സ്വഭാവം വിലയിരുത്തി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ബഹുമാനപ്പെട്ട ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ സഹായം തേടേണ്ടതാണ്. സ്കൂൾ കുട്ടികളുടെ യാത്രാ സമയങ്ങളിൽ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങളുടെ നിയന്ത്രണം ബന്ധപ്പെട്ട അധികാരികൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ആലപ്പുഴ ജില്ലയിലെ കലവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. എല്ലാ സ്കൂളുകളിലും സംസ്ഥാനതല ഉദ്ഘാടന സമ്മേളനം തത്സമയം പ്രദർശിപ്പിക്കുന്നതിന് ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ജില്ലകളിൽ സ്കൂൾ തല പ്രവേശനോത്സവവും ജില്ലാതല പ്രവേശനോത്സവം നടക്കുന്നത്. സ്കൂൾ പ്രവേശന നടപടികൾ സുഗമമായി പൂർത്തീകരിക്കേണ്ടതാണ്. പ്രവേശനോത്സവ പരിപാടികൾ വിപുലമായ രീതിയിൽ ജനകീയ ഘടകങ്ങളുമായി ആലോചിച്ച് സംഘടിപ്പിക്കേണ്ടതാണ്. കൃത്യസമയത്ത് തന്നെ അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. സ്കൂളിനെ ഒറ്റ യൂണിറ്റായി കണ്ട് പ്രവേശനോത്സവം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽ, ഹെഡ്മാസ്റ്റർമാരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കേണ്ടതാണ്. ഈ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ തലത്തിൽ പ്രിൻസിപ്പൽ, പ്രധാനാധ്യാപകരുടെ യോഗം വിളിച്ചു ചേർക്കേണ്ടതും ഡയറ്റ് ഫാക്കൽറ്റി അക്കാര്യത്തിൽ ഓഫീസർമാരെ സഹായിക്കേണ്ടതുമാണ്. ഈ വർഷത്തെ ടൈം ടേബിൾ തയ്യാറാക്കുമ്പോൾ കലാ, കായിക, സാമൂഹിക പ്രതിബദ്ധതയുള്ള വിഷയങ്ങൾ എന്നിവയ്ക്ക് സമയം ലഭിക്കത്തക്ക രൂപത്തിൽ ടൈം ടേബിൾ തയ്യാറാക്കേണ്ടതാണ്. മെയ് 27-ന് DD-മാർ എയ്ഡഡ് മാനേജ്മെൻറ്റിൻ്റെയും സർക്കാർ സ്കൂളിലെയും സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകേണ്ടതാണ്. ഈ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യമുണ്ട്. +1 പ്രവേശന നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഓൺലൈൻ അപേക്ഷാ സമർപ്പണം ഇന്നു മുതൽ ഈ മാസം 20 വൈകുന്നേരം 5 മണി വരെ നടത്താവുന്നതാണ്. ഇതുവരെ 13,000 അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കുകയും 4,500 പേർ അപേക്ഷ സമർപ്പണം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.